ഹായ് എവരിബഡി, SLC-ക്കാർക്കുള്ള ഒരു വീഡിയോ ആണത്. ചാപ്റ്റർ 3 ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്, ഇക്വേറ്ററാണ്. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സും പിന്നെ ഇതിലെ നാച്ചുറൽ വെജിറ്റേഷൻസ്, ഹ്യൂമൻ ലൈഫ്, യൂണിക് ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള പോയിൻറ്റ്സാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഈ ഒരു റീജിയനിലെ മെയിൻ ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസാണ് ഇവിടെ ഈ ഫീച്ചേഴ്സ് ആയിട്ടുള്ള രീതിയിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇക്വട്ടോറിയൽ റീജിയനിൽ ടെമ്പറേച്ചർ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും, മോർ ഓർ ലെസ് സെയിം ആയിരിക്കും ത്രൂ ഔട്ട് ദ ഇയർ. 27 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടുതലും. അവിടെ മീൻ ടെമ്പറേച്ചറും ആനുവൽ ടെമ്പറേച്ചറൊക്കെ ഒന്ന് തന്നെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ വിൻ്റർ സീസൺ എന്ന സംഭവമില്ല, അതാണ് നോ വിൻ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ് റെയിൻഫോൾ വന്നിട്ട് 175 to 250 സെൻറ്റിമീറ്റേഴ്സ് വരെയാണ്. ഡിസ്റ്റിങ്ക്റ്റീവായിട്ട് ഡ്രൈ സീസൺ ഉണ്ടാവില്ല ഇവിടെ. വർഷം മുഴുവൻ മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ലീവ്സ് എപ്പോഴും ഷെഡ് ചെയ്തിട്ട് പുതിയ ലീവ്സ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എക്സസീവ് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ്. ഹൈ ഇൻസുലേഷൻ, അതായത് സണ്ണിൻ്റെ റേസ് ഡയറക്റ്റായിട്ട് വർഷം മുഴുവനും കൊള്ളുന്നത് കൊണ്ട് തന്നെ ഹൈ ഇൻസുലേഷനാണ്, ഇൻറ്റൻസീവ് ഹീറ്റാണ് അവിടെ അനുഭവപ്പെടുന്നത്. പിന്നെ ഡോൾഡ്രം പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് എയർ കറൻറ്റിൻ്റെ കൺവേർജൻസ് കാരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ ആ ഒരു ഡോൾഡ്രം ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ് കാരണം കൊണ്ട് റെയിൻഫോളും ഉണ്ടാകുന്നുണ്ട്. മോർണിംഗ്സ് വളരെ മോഡറേറ്റ് ടെമ്പറേച്ചറോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഉച്ചയോട് കൂടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഡേ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയും ഇവാപ്പറേഷൻ റേറ്റ് കൂടുക, അതിനനുസരിച്ചിട്ട് നല്ല മഴയും കിട്ടുകയാണ് ചെയ്യുന്നത് ആ സ്ഥലങ്ങളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോൾഡ്രം എന്താണ് എന്ന് നോക്കാം ആദ്യം. ഹൈ റേറ്റ് ഓഫ് ഇൻസലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൺ റേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഹീറ്റ് കൂടുതലാണ്, ലോ പ്രഷർ ഡെവലപ്പ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയറിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഇല്ലാതാവുകയാണ്. അതിനെയാണ് ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. ഒരു കാറ്റില്ലാത്ത അവസ്ഥേനെയാണ് ഡോൾഡ്രം എന്ന് പറയുന്നത്. ആ ഡോൾഡ്രംസ് കാരണം റെയിൻഫോൾ സംഭവിക്കുന്നുണ്ട് ആ പ്രദേശങ്ങളിൽ. ഓക്കെ, ഇനി ഇക്വട്ടോറിയൽ റീജിയൻസിലെ നാച്ചുറൽ വെജിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലക്ഷറിയൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റുകളുണ്ട്, അതിന് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ആമസോൺ ബേസിൻ, വെസ്റ്റേൺ സെൻട്രൽ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലൈ പെനിൻസുലയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എവർഗ്രീൻ ഫോറസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സീസൺ ഇല്ല. ലീവ്സ് ഷെഡ് ചെയ്യാനോ, ഫ്ലവർ ചെയ്യാനോ, ഫ്രൂട്ട് ചെയ്യാനോ, സീഡിങ് അതായത് വിത്തുകൾ ഉണ്ടാവാനോ, പൂക്കാനോ, ഫ്രൂട്ട് വരാനോ ആയിട്ട് പ്രത്യേകമായിട്ട് ഒരു സീസൺ അവിടെ ഇല്ല. അതുപോലെ തന്നെ ലീവ്സ് ഷെഡ് ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ലീവ്സ് ഷെഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പുതിയ ലീവ്സ് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മാറ്റം ആ ട്രീസിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓൾസോ കോൾഡ് ഇക്വട്ടോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇക്വട്ടോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നും പച്ചപ്പായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള കാടുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ട്രീസ് വന്നിട്ട് എബോണി, മഹാഗണി, റോസ് വുഡ്, പിന്നെ കുറേ ക്ലൈംബേഴ്സ്, എപ്പിഫൈറ്റ്സ് ഒക്കെ, മാംഗ്രോവ്സ് ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഫീച്ചർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്പീഷീസ് ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മാത്രം കാണപ്പെടുന്ന ചില പ്രത്യേകതകളുണ്ട് ഇക്വട്ടോറിയൽ റീജിയനിൽ. അത് യൂണീക്ക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാം. ട്രീസ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. കാരണം സൺലൈറ്റിൻ്റെ അളവ് ഒരേ രീതിയിലല്ല കിട്ടുന്നത്, മേലെ താഴെ എന്ന രീതിയിൽ ഒരുപാട് ലെയേഴ്സ് ആയിട്ട് ആണ് ട്രീസ് വളർന്നു വരുന്നത്. അപ്പോൾ അതിനെ പ്രത്യേക പേര് കനോപ്പി എന്നാണ് പേര് വരുന്നത്. അതുപോലെ തന്നെ ട്രീസ് CO2 അബ്സോർബ് ചെയ്യുകയും കുറച്ച് മാസീവ് റേറ്റ്സിൽ തന്നെ O2 വെളിയിലേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് തന്നെ, എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഈ പ്രദേശത്തിന് തന്നെ ലങ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നൊരു രീതിയിലാണ് ഇവിടെ അഗ്രികൾച്ചർ ചെയ്യുന്നത്. അത് സെക്കൻഡറി ഫോറസ്റ്റ് ആയിട്ടുള്ള ബേലൂക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മലേഷ്യയിലൊക്കെയാണ് അത് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്ലാഷ് ആൻഡ് ബേൺ ആണ്. അതായത് ട്രീസിനെ വെട്ടി ആ ലാൻഡ് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുക, എന്നിട്ട് അവിടെ കൃഷി ചെയ്യും. ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി കുറയുന്നത് വരെ അവർ ആ ലാൻഡിൽ തന്നെ താമസിച്ച് അവിടെ അഗ്രികൾച്ചർ ചെയ്യും. അതിനുശേഷം അവർ പുതിയ ഒരു ദിക്കിലേക്ക് പോയിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈൽഡ് ലൈഫ് ഇവിടുത്തെ വളരെ റിച്ച് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ കാണപ്പെടുന്നത്. അർബോറിയൽ അനിമൽസ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. അതായത് ട്രീസിൻ്റെ മേലെയാണ് അവരുടെ ജീവിതം മുഴുവനും അവർ ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൺലൈറ്റ് വളരെ കുറവും ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ താഴെ പുല്ല് അങ്ങനത്തെ ചെടികളൊക്കെ വളരെ ചുരുക്കമാണ്.
അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള അനിമൽസും റെയറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹെർബിവോഴ്സിനെ വേട്ടയാടി പിടിക്കുന്ന കാർണിവോഴ്സിൻ്റെ എണ്ണവും വളരെ ചുരുക്കമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാർണിവോഴ്സ് വിച്ച് പ്രേ ഓൺ ദം ആർ ഓൾസോ ലെസ് ഇൻ നമ്പർ. ഹ്യൂമൻ ലൈഫ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ക്ലൈമറ്റും ഡെൻസ് ഫോറസ്റ്റും ആയതുകൊണ്ട് തന്നെ ഇക്വട്ടോറിയൽ റീജിയൻ സ്പാർസ്ലി പോപ്പുലേറ്റഡ് ആണ്, വളരെ കുറവാണ് പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ നേറ്റീവ്സ് വന്നിട്ട് ട്രൈബ്സ് ആണ്. മെയിനായിട്ടുള്ള ട്രൈബ്സ് പിഗ്മീസ്, ആമസോൺ ഇന്ത്യൻ ട്രൈബ്സ്, ഒറാംഗസ്ലി ഒക്കെയാണ്. അവർ ട്രഡീഷണലി ജീവിച്ചിരുന്നത് ഹണ്ടിങ്, ഫിഷിങ്, ഗ്യാതറിങ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വെച്ചിട്ടൊക്കെ ആയിരുന്നു പണ്ട്. അപ്പോൾ ഇതിൽ ഇനിയും ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അർബൻ ഡെവലപ്മെൻറ്റ്, ചാലഞ്ചസ്, ലിമിറ്റേഷൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇക്വട്ടോറിയൽ റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ കുറേ ടോപ്പിക്സ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.